ശ്രീമതി മേരി ജോർജ്, ഇവിടെ 2021 സാമ്പത്തിക വർഷം മാത്രം TP പറയുന്ന ഈ പറയുന്ന പൂള് അല്ലെങ്കിൽ ഈ പറയുന്ന കടപ്പത്രം ഒക്കെ ഉണ്ടെങ്കിലും 2021 സാമ്പത്തിക വർഷം മാത്രം 3.34 ലക്ഷം കോടി രൂപയാണ് പെട്രോൾ ഡീസൽ എക്സൈസ് ഡ്യൂട്ടിയിൽ കേന്ദ്ര വരുമാനം. ഗ്ലോബൽ ക്രൂഡ് ബാർ ഞാൻ നേരത്തെ പറഞ്ഞ $30 വരെ കുറഞ്ഞ കാലമുണ്ട്. അന്നൊന്നും ആനുപാതികമായതിൻ്റെ ഗുണം നമുക്ക് കിട്ടിയിട്ടില്ല. സംസ്ഥാനത്തിന് വരുമാന വർധനവുണ്ട്. സമരം, ഭരണം, ഭരണമാറ്റം. പക്ഷെ ഭരണഭാരം അനുഭവിക്കേണ്ടത് ആരാണ്? നമ്മൾ പൊതുജനം. അതാര് ഭരിച്ചാലും. അങ്ങനെയാണോ? ഹഷ്മി, എനിക്ക് ഇത്രയും സമയം ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ജയേന്ദ്രൻ മാസ്റ്റർ 2002 ജനിച്ചിരുന്നോ എന്ന ഒരു ചോദ്യമാണ്. കാരണം 2002 ഇന്ത്യ ഭരിച്ചത് ആരാണ്? മിസ്റ്റർ വാജ്പേയി ഗവൺമെൻറ് ആയിരുന്നു എന്നാണ് എൻ്റെ ധാരണ. ആ ധാരണ ശരിയാണല്ലോ. 2002 മാർച്ച് 27, 28, 29 ഈ ദിവസങ്ങളിൽ ഒന്നിലാണ് പെട്രോളിയം അതായത് പെട്രോളിയം പ്രൈസസ് വിപണിക്ക് വിടുന്നതിനുള്ള തീരുമാനം പാർലമെൻറ്റിൽ ഒരു ആക്റ്റായിട്ട് കൊണ്ടുവന്ന് പാസ്സാക്കിയ ദിവസമാണ് 2002 മാർച്ച് 27, 28, 29 ആ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് ശേഷം പാസ്സാക്കിയത്. അപ്പോൾ അത് വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണയം വിപണിക്ക് വിട്ടത്. മാസ്റ്റർ പഠിക്കുക. എന്നിട്ട് ഓയിൽ ബോണ്ട് അതിനു മുൻപ് തന്നെ ഉണ്ടായിരുന്നു. എന്തിനാണ് ഓയിൽ ബോണ്ട് പുറപ്പെടുവിച്ചിരുന്നത്? ഓയിൽ ബോണ്ട് പുറപ്പെടുവിച്ചിരുന്നത് ഈ മണ്ണെണ്ണ തൊട്ട് പാചകവാതകം തൊട്ട് പെട്രോൾ ഡീസൽ തൊട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വില ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിയന്ത്രിത വിലയ്ക്ക് കൊടുക്കണം, അതായത് സബ്സിഡി കൊടുക്കണം ഒരു വലിയ പരിധി വരെ. അതിനുവേണ്ടി 1973 കൊണ്ടുവന്ന അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിങ് പോളിസി, ആ പോളിസി അനുസരിച്ചാണ് ഇങ്ങനെ ഈ പെട്രോളിയം കമ്പനികൾക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി കൊടുത്തിരുന്നത്. ആ സബ്സിഡി ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കൊടുത്തിരുന്ന, അതായത് മണ്ണെണ്ണ തൊട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ, അതായത് ഈ അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിങ് പോളിസി അനുസരിച്ച് ഓരോ ബജറ്റിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ആ പൂളിലേക്ക്, പ്രൈസ് പൂളിലേക്ക് ബജറ്റ് വഴി പണം കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്ത് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഓയിൽ ബോണ്ട് അടിച്ചിറക്കുന്നത്. ഈ ഓയിൽ ബോണ്ട് അടിച്ചിറക്കുന്നതിനിടയ്ക്ക് വാജ്പേയി ഗവൺമെൻറ്റും അങ്ങനെ, അതായത് BJP ഗവൺമെൻറ്റും കോൺഗ്രസ് ഗവൺമെൻറ്റും മാറി മാറി ഭരിച്ചിരുന്നു. 2002 ആകുമ്പോഴേക്കും വാജ്പേയി ഗവൺമെൻറ്റിന് മനസ്സിലാകുന്നു ഈ അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിങ് പോളിസി കൊണ്ട് മുൻപോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ആ പോളിസിയെ മാറ്റിക്കൊണ്ട് ഈ ഇന്ധനത്തിൻ്റെ വില വിപണിക്ക് വിടുന്ന തീരുമാനമെടുക്കുന്നു. പക്ഷേ അപ്പോൾ ആ തീരുമാനം 2002 തന്നെ വിപണിക്ക് വിടാൻ പറ്റില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? ഓയിൽ പൂൾ അക്കൗണ്ട് വഴി വാങ്ങിയ ഒരുപാട് കടം തിരിച്ചു കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് തിരിച്ചു കൊടുത്ത് കഴിയുന്നത് വരെ ഇതുപോലെ തുടരട്ടെ എന്ന് വിചാരിച്ച് തുടർന്നു. പിന്നെ UPA ഗവൺമെൻറ് 2004 ഭരണത്തിൽ വരുന്നു. UPA ഗവൺമെൻറ് 2010 ആകുമ്പോഴേക്ക് 2010 ആകുമ്പോഴേക്ക് ഈ ഓയിൽ പൂൾ അക്കൗണ്ടിലെ കടം മുഴുവൻ കൊടുത്തു തീർക്കുന്നു. 2010 പെട്രോളിയം പ്രൈസസ് വിപണിക്ക് വിടുന്നു. അതിനുശേഷം വാജ്പേയി ഗവൺമെൻറ് വന്നപ്പോഴാണ്, BJP ഗവൺമെൻറ് 2014 വന്നപ്പോഴാണ് ഡീസലിൻ്റെ വില നിർണയം വിപണിക്ക് വിടുന്നത്. അതുകൊണ്ട് ജയചന്ദ്രൻ മാസ്റ്റർ പെട്രോളിയം മിനിസ്ട്രിയുടെ ആ വെബ്സൈറ്റിൽ കയറി കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള തെറ്റ് ആവർത്തിക്കേണ്ടി വരില്ല. അങ്ങനെ വിപണിക്ക് വിട്ട പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആ നിയമത്തിൽ 2002 കൊണ്ടുവന്ന ആക്റ്റിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയരുന്നുവോ അപ്പോൾ ഇന്ത്യയിലും വില ഉയരും. എപ്പോഴൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ വില താഴുന്നുവോ അപ്പോഴൊക്കെ ഇന്ത്യയിലും വില താഴും. അങ്ങനെ പറഞ്ഞ് നിയമം കൊണ്ടുവന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ വിപണിക്ക് വിട്ടു. പക്ഷേ നേരത്തെ ഹാഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ കോവിഡ് കാലത്ത് $30 വരെ അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടായി എന്നാണ് ഹാഷ്മി പറഞ്ഞത്. അവിടെ എൻ്റെ ഒരു ചെറിയ തിരുത്ത്, ഏതാനും ദിവസങ്ങളിലേക്ക് $19 അന്താരാഷ്ട്ര വിപണിയിൽ
പെട്രോളിൻ്റെയും ഡീസൽ അതായത് ക്രൂഡിൻ്റെ വില താണിരുന്നു. അപ്പോൾ പോലും ഇന്ത്യയിൽ വില കുറച്ചില്ല. അത് ഹാഷ്മി പറഞ്ഞത് ശരിയാണ്. അതായത് ആ നിയമ ഭേദഗതിയിൽ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുമ്പോൾ ഇവിടെയും കുറയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കോവിഡ് കാലമായിട്ട് പോലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിന് തയ്യാറായില്ല. അപ്പം നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം, ഇപ്പോൾ പോലും ഈ പെട്രോളിയം കമ്പനികളിൽ റിലയൻസ് കമ്പനി ഒഴിച്ച് ബാക്കി കമ്പനികളുടെയൊക്കെ 51% ഷെയറുകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. അപ്പോൾ ആർക്കാണ് ഡിവിഡൻഡ് അഥവാ ലാഭം? നേരത്തെ ഹാഷ്മി തന്നെ വസന്തോ മറ്റോ ചൂണ്ടിക്കാണിച്ചു. അതായത് കോടിക്കണക്കിന് ലാഭം പെട്രോളിയം കമ്പനികൾ, ഇന്ത്യയിലെ പെട്രോളിയം കമ്പനികൾ, അതെ കഴിഞ്ഞ ആഴ്ചയിലാണ് ഹിന്ദു ന്യൂസ് പേപ്പറിൽ ആ കണക്കുകളെല്ലാം വന്നിരുന്നു. ഓരോ കമ്പനി, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തൊട്ടുള്ള കമ്പനികൾ ഉണ്ടാക്കിയ ലാഭം. പക്ഷെ യുദ്ധം തുടങ്ങിയതിന് ശേഷം അവരുടെ ലാഭം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ ലാഭം കുറഞ്ഞാലും ആർക്കാണ് ആ നഷ്ടം വരുന്നത്? 51% ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കാണ് അതിൻ്റെ നഷ്ടമുണ്ടാക്കുക. അപ്പോൾ ബഹനെ ബായി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് BJP ഗവൺമെൻറ് എങ്കിൽ ആ വർധനവ് നിസാരമായി തള്ളിക്കൊണ്ട് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ വലിയ വർധനവ് 4 പ്രാവശ്യമായിട്ടുണ്ടായി. അതുപോലെ തന്നെ LPG വാണിജ്യ സിലിണ്ടർ 19 കിലോഗ്രാമിൻ്റെ സിലിണ്ടറിൻ്റെ വില 1544 രൂപയാണ് 7 പ്രാവശ്യമായിട്ട് കൂട്ടിയിരിക്കുന്നത്. അതായത് 3131 രൂപ കൊടുത്താലേ 19 കിലോഗ്രാമിൻ്റെ ഒരു സിലിണ്ടർ കിട്ടൂ എന്ന തരത്തിലേക്ക്. അപ്പോൾ ഹാഷ്മി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ലാഭം, അതായത് ഈ ഷെയറുകളുടെ ലാഭം ഇടിയുന്നുവെങ്കിൽ ആ ഇടിയുന്നതിൻ്റെ നഷ്ടം പേറേണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. സാരമില്ല എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉയർന്ന വില പെട്രോളിനോ ഡീസലിനോ കൊടുക്കേണ്ടി വരുമായിരുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ചേർത്തുപിടിക്കൽ ഉണ്ടായില്ല. അതുപോലെ തന്നെ 2002 ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മാറ്റവും ഈ ഗവൺമെൻറ്, അതായത് BJP ഗവൺമെൻറ് ഒരിക്കലും അനുകരിച്ചില്ല, അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുതന്നെ കൃത്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഔദാര്യം ചോദിക്കുകയല്ല. അവിടെ ഈ പറഞ്ഞ $19 $30 കുറഞ്ഞ സമയത്തെ നമുക്ക് കിട്ടാത്ത ആനുകൂല്യം കൂടുമ്പോൾ ഞങ്ങൾക്ക് ഇതാ എന്ന് ചോദിക്കുന്ന ഔദാര്യമല്ല. എല്ലാ കാലവും ഈ ജനം തന്നെ ഇതിന്റെ ഭാരം അനുഭവിക്കണമെന്ന് പറഞ്ഞ ഇവിടുത്തെ ന്യായമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.